അവൻ വലിയ ആളൊന്നുമല്ല, പേരറിയപ്പെടുന്നവനുമല്ല. എവിടെയെങ്കിലും കണ്ടാൽ നമ്മളിൽ ഒരാൾ എന്ന് തോന്നുന്ന ഒരു സാധാരണ മനുഷ്യൻ. രാവിലെ അവൻ്റെ ദിവസം അലാറം മുഴങ്ങുന്നതിലൂടെയല്ല തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ്? വിശപ്പാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ജോലി കിട്ടുമോ എന്നതൊക്കെയാണ് അവൻ്റെ ചിന്ത. കണ്ണു തുറക്കുന്നതിന് മുൻപേ ഈ ചിന്ത മനസ്സിൽ കയറിയങ്ങിരിക്കും. അവൻ പുറത്തിറങ്ങുമ്പോൾ ലോകം ഉണർന്നിട്ടുണ്ടാകും. ബസ്സുകൾ, ശബ്ദങ്ങൾ, തിരക്കുകൾ. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദതയാണ്. ഇന്നും പോരാടണം എന്നൊരു നിശബ്ദത. ജോലി എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടാതെ പോകും. ജോലി കിട്ടിയാൽ അവൻ നന്ദി പറയും. കിട്ടിയതിനല്ല, ഇന്ന് ജീവിക്കാം എന്ന ആശ്വാസത്തിന്. അവൻ്റെ കൈകൾ നോക്കിയാൽ കഥകൾ കാണാം. കട്ടിപിടിച്ച വിരലുകൾ, ചെറിയ മുറിവുകൾ, വിയർപ്പിൻ്റെ ചൂട്. ആ കൈകൾ അവൻ്റെ സ്വപ്നങ്ങൾ താങ്ങിയാണ് നിൽക്കുന്നത്. ആ കൈകളിലാണ് നമ്മൾ കഥകൾ കാണുന്നത്. ഉച്ചയാകുമ്പോൾ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കും. അവൻ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് എന്ത് കൊണ്ടുപോകും? ഞാൻ വരുന്നതും കാത്ത് എൻ്റെ മക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. അവൻ പണത്തിനായി മാത്രം പണിയെടുക്കുന്നവനല്ല. അവൻ വീട്ടിലെ ഒരു പുഞ്ചിരി കാണാനാണ് പോരാടുന്നത്. കുട്ടികളുടെ ചിരി, ഭാര്യയുടെ പ്രതീക്ഷ, അമ്മയുടെ പ്രാർത്ഥന, അവയെല്ലാം അവൻ്റെ ചുമലിലാണ്. ചില ദിവസങ്ങളിൽ അവൻ തോറ്റുപോകും. ശരീരം തളരും, മനസ്സ് തളരും. പക്ഷേ അവൻ ആരോടും പരാതി പറയില്ല. കാരണം അവനെ കേൾക്കാൻ ആരുമുണ്ടാകില്ല. രാത്രി വീട്ടിലെത്തുമ്പോൾ അവൻ നായകനല്ല. അവനെ കാത്തിരിക്കുന്നത് ഒരു വീടാണ്. ചെറിയതെങ്കിലും അത് അവൻ്റേതാണ്. അവൻ കിടക്കുമ്പോൾ നാളെക്കുറിച്ച് ഒരു പദ്ധതിയും ഉണ്ടാകില്ല. ഒരൊറ്റ ആഗ്രഹം മാത്രം: നാളെ വീണ്ടും എഴുന്നേൽക്കാൻ കഴിയണം. അവൻ നമ്മളിൽ ഒരാളാണ്. നമ്മൾ കടന്നു പോകുമ്പോൾ കാണാതെ പോകുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഓർമ്മിക്കണം, ഈ ലോകം നിലകൊള്ളുന്നത് ഇത്തരം സാധാരണ മനുഷ്യരുടെ അസാധാരണ അതിജീവനത്തിലാണ്. ഇതൊരു കഥ മാത്രമല്ല, നമ്മൾ കാണാതെ പോകുന്ന ജീവിതങ്ങളാണ്.